ഇന്ന് പതിവില്ലാണ്ട് വെളുപ്പിന് ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പൂച്ചക്കുട്ടി പള്ളിയുടെ അകത്തിരിക്കുകയാണ്. അപ്പോൾ അവൻ നമ്മുടെ പണികളൊക്കെ ആസ്വദിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. രാവിലെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊരു കൂട്ട് എന്ന രീതിയിൽ ഇന്നവൻ അവിടെ നമുക്ക് കാവലിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നിയ കൊച്ച് എണീറ്റ് പുറത്തൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തടിയൻ ഇന്ന് ഒട്ടും വിട്ടുമാറാണ്ട് രാവിലെ തന്നെ നിയ കൊച്ചിൻ്റെ കൂടെയുണ്ട്. പൊന്നനെ പുറത്തൊന്നും കണ്ടില്ല. അകത്ത് കയറിയപ്പോൾ അകത്ത് കിടക്കുന്നുണ്ട്. ഇന്ന് വലിയ അനക്കവും വലിയ മൈൻഡും ഒന്നും അവനില്ല. നേരെ അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഉപ്പുമാവാണ് ഇന്ന് ഉണ്ടാക്കണേ. അപ്പോൾ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ചെറിയൊരു കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉപ്പുമാവിനുള്ള വെള്ളം ഇങ്ങനെ അടുപ്പത്ത് തിളച്ച് മറിയണതൊക്കെ നോക്കി നിന്ന് അതിൽ റവയൊക്കെ ചേർത്ത് ഉപ്പുമാവുന്നത് വരെ നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒന്നും വിടാതെ തന്നെ ഇങ്ങനെ വീഡിയോയിലൊക്കെ പകർത്തി എടുത്തിട്ടുണ്ട്. അത് ഉപ്പുമാവിൻ്റെ ഒരു റെസിപ്പി കിട്ടാനാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ഗ്ലാസ് ചായയും അതുപോലെ തന്നെ ഉപ്പുമാവൊക്കെ നമുക്കുള്ളത് എടുത്ത് അത് കഴിച്ച് ഇനി നമുക്ക് മുകളിലോട്ട് പോയി നമ്മുടെ ക്രൈഫിഷുകളുടെ അടുത്തേക്ക് പോയിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മുകളിലെത്തിയിട്ട് പിന്നത്തെ ഒരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് ക്രൈഫിഷ് വിരിഞ്ഞിറങ്ങിയതിൻ്റെ കുട്ടികളെയൊക്കെ സൈസ് തിരിച്ചിടേണ്ട സമയങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്ത് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. 10 മണിയോട് കൂടി നമ്മൾ ചാക്ക് എടുക്കാനായിട്ട് വളക്കടയിൽ പോയി കുറച്ച് ടാങ്കുകൾ പണിയാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിനുള്ള ചാക്കുകൾ കൊണ്ടുവന്നപ്പോൾ പൊന്നൻ്റെ ടെസ്റ്റിങ്ങാണ് ഈ കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ടാങ്കിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ നിയ കൊച്ച് നല്ല വാശിയിലാണെന്ന് എന്തൊക്കെയോ വാശി കാണിച്ച് അമ്മുമ്മയും മോളും കൂടി അവരുടെ പരിഭവങ്ങൾ പറഞ്ഞു തീർക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ഈ ബാക്കി ബാലൻസുള്ള കുറച്ച് ടാങ്കുകളിൽ ഷീറ്റ് ഇടാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് തീർത്തു. അതൊക്കെ ഇട്ട് തീർത്തതിന് ശേഷം നമ്മൾ ഒച്ച തിരിഞ്ഞിട്ട് വീണ്ടും പള്ളിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ കനാലിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പം അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ കനാലിൽ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ ആ വെള്ളം വരലൊക്കെ കണ്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ നിയ കൊച്ച് വാശിയൊക്കെ കളഞ്ഞ് പൊന്നൻ്റെ കൂടെ കളിക്കുന്നൊരു കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങനെ അവരുടെ കളിയും ചിരിയൊക്കെ കുറച്ച് നേരം അങ്ങനെ നോക്കിയിരുന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്ലാവ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊന്ന് ഒരു ചക്ക മൂത്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഇട്ട് നോക്കിയതാണ്. അങ്ങനെ അത് മൂത്തിട്ടുണ്ട്. അത് നമ്മൾ വെട്ടി മുറിച്ചു. പിന്നെ ഇനി അത് ഒരു പീസ് നമ്മളൊന്ന് വറുത്താലോ എന്ന് വെച്ചിട്ട് അത് വറക്കാനുള്ള പരിപാടികളായിരുന്നു പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള പരിപാടി. അങ്ങനെ ചക്ക വറുത്തതിനുള്ള അരിയിലും പിടിക്കലൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അത്യാവശ്യം കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ളത് വറുത്തെടുത്ത് അതും ഒരു കട്ടൻ ചായ കൂട്ടി പിടി പിടിച്ചിട്ട് നമ്മൾ പിന്നെയും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കനാലിൽ ഒന്നും കൂടിയും വെള്ളം നല്ല രീതിയിൽ കൂടിയൊരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ അത്യാവശ്യം ഇനിയിപ്പോൾ ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം വെള്ളത്തിന് ക്ഷാമമില്ലാത്തൊരു സമയമായി. വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ കിണറുകളൊക്കെ അത്യാവശ്യം വെള്ളം കൊണ്ട് സമൃദ്ധമാകുന്നൊരു സമയമാണ് ഈ കനാലിൽ വരുന്ന ഈ വേനലിൽ വരുന്ന വെള്ളം. അങ്ങനെ നമ്മുടെ റോഡൊക്കെ അത്യാവശ്യം ചെളിക്കുണ്ട് പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ പള്ളിയിലേക്കാണ് പോണേ. വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി റോഡൊക്കെ ചെളിക്കുണ്ട് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വൈകിട്ട് പള്ളിയിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ പള്ളിയിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥിരം കലാപരിപാടികളാണ്. എല്ലാ ടീമുകളും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചായയൊക്കെ തിളപ്പിച്ച് കുടിച്ച് പരിപാടികൾ അവസാനിപ്പിച്ച് തിരിച്ച് ഞാൻ 8 മണിക്ക് തിരിച്ച് പോരുമ്പോൾ തൊട്ടടുത്തൊരു അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ മണ്ഡപം അഥവാ നടപ്പന്തൽ അലങ്കരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു റിബണൊക്കെ ഇട്ട് ലൈറ്റൊക്കെ കൊടുത്ത് നല്ല കൗതുകമായിട്ട് തോന്നിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്ത്. അപ്പോൾ നാളെ എങ്ങാണ്ടാണ് ആ അമ്പലത്തിൽ ഉത്സവം വരുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്ന് ലൈറ്റൊക്കെ ഓണാക്കിയിട്ടുണ്ട് അവർ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു മഞ്ച് നിയ കൊച്ചിന് പതിവുള്ളത് കൊടുക്കുമ്പോൾ കാണുന്ന ഒരു റിയാക്ഷൻസൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം അവരുടെ കളിയും ചിരിയൊക്കെ നോക്കിയിരുന്നു. പൊന്നനും ഒടിയനൊക്കെ കൂടെയുണ്ട്. അപ്പോൾ ഈ നിയ കൊച്ചിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തടിയനും ഒടിയനൊക്കെ അതിൽ നിന്നൊരു പങ്ക് പറ്റാണ്ട് അവളുടെ അടുത്തുനിന്ന് മാറില്ല. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ മുകളിൽ കയറി ടാങ്കുകളിലെ വെള്ളങ്ങളൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. അതിൻ്റെ പരിപാടികളാണ്. അപ്പോൾ ഇനി അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം അവസാനിപ്പിക്കുകയുള്ളൂ.